ഏരീസ്, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ മുമ്പോട്ട് പോവാൻ തയ്യാറാണ്, പക്ഷെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട് ഇവിടെ. ഈ ബ്ലോക്ക് എന്താണെന്ന് നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. ഇപ്പോൾ ഏരീസ് എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജീനെ നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ആൻഡ് ഇത് ഏരീസ് സൺ മൂൺ റൈസിങ് നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഏരീസ് നിങ്ങളുടെ ഓവറോൾ എനർജി 4 ഓഫ് കപ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഡെവിലാണ് വന്നിരിക്കണേ. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ കാണുമ്പോൾ കുറച്ചൊരു ടോക്സിക് എനർജിയാണ് ഞാൻ കാണുന്നത്. ഡെവിൽ ആക്ച്വലി ഒരു അൺഹെൽതി റിലേഷൻഷിപ്പ് എനർജി ആവാം. അതല്ലച്ചാ ഇതൊരു കാപ്രിക്കോൺ എനർജിയും ആവാം. പക്ഷേ ഞാൻ കാണുന്നത് കറന്റ് സിറ്റുവേഷനിൽ വന്നുകൊണ്ട് എന്തോ ഇവിടെ ഒരു അൺഹെൽതി റെഡ് ഫ്ലാഗ് മാതിരി ഒരു എനർജി ഉണ്ട്. ഇപ്പോൾ ഇതെന്താണ് എക്സാക്ട്ലി എന്ന് നമ്മൾക്ക് നോക്കാം. എന്താണ് ഈ ഡെവിൽ എനർജി ഇവിടെ കാണുന്നത്? 4 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളും ഈ സമയത്ത് ഈ റിലേഷൻഷിപ്പ് ഈ സിറ്റുവേഷനിൽ ഒരു സ്റ്റാഗ്നൻസിയാണ് ഫീൽ ചെയ്യണത്. സ്റ്റാഗ്നൻ്റ് അല്ലാച്ചാലും നിങ്ങൾ പറയണത് മുഴുവനെ പറഞ്ഞാൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ഫുള്ളി ഓപ്പൺ അപ്പ് ആവണില്ല ഈ റിലേഷൻഷിപ്പിൽ. കുറേയൊക്കെ നിങ്ങൾ പിടിച്ചിരിക്കുകയാണ് ഫീലിങ്സ്, ഇമോഷൻസ്, എനർജി. പക്ഷേ ഈ റിലേഷൻഷിപ്പിനെ ലെറ്റ് ഗോ ചെയ്യാനും നിങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അറിയാത്തൊരു സിറ്റുവേഷൻ മാതിരിയാണ് ഫീൽ ചെയ്യണത് എനിക്ക്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ അത്ര എഫേർട്ട് ഇടുന്നില്ല, അവരുടെ ഭാഗത്തിനും അവർ അത്ര എഫേർട്ട് ഇടുന്നില്ല. അപ്പോൾ ഒരു 100% കമ്മിറ്റ്മെൻറ്റ് മാതിരി ഒരു എനർജി അല്ല ഞാൻ കാണുന്നത്. അത് മാത്രമല്ല, ചില വേറെ കാര്യങ്ങളുണ്ടാവും ഈ സിറ്റുവേഷനിൽ. നിങ്ങൾ രണ്ടാളും അത് മറച്ചു വെക്കണോ? ഓക്കെ, ഫുള്ളി ഓപ്പൺ അപ്പ് ചെയ്യണില്ല നിങ്ങളുടെ ഇമോഷൻസ്. അപ്പോൾ കുറച്ചൊരു പാസീവ് അഗ്രസീവ് മാതിരി ഒരു എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഓവറോൾ എനർജി 4 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ബോർഡായ ഒരു എനർജിയിലാണ് കാണുന്നത്, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. പക്ഷെ എന്തോ ഇവിടെ ഒരു സഡൻ ചേഞ്ച് വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങളുടെ എനർജിയിലൊരു സഡൻ ചേഞ്ച് ഉണ്ട്. എന്തോ ഒരു എൻഡിങ്ങിൻ്റെ എനർജി കാണാണ്ട്, എന്തോ ഒരു എൻഡിങ് കഴിഞ്ഞിട്ടൊരു പുതിയ തുടക്കത്തിൻ്റെ എനർജി വരുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരണു. ഇമോഷണലി അവർ ഓപ്പൺ അപ്പ് ആവാൻ റെഡിയാണ്. അവർക്ക് ഇവിടെ അവർക്ക് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഒരു വാട്ടർ സൈൻ ആണ് ഞാൻ കാണുന്നത്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അവരുടെ ഭാഗത്തിന് ഇൻഫാക്റ്റ് എഫേർട്ട് ഉണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് അത്ര ഒരു എഫേർട്ട് ഇല്ലാത്ത എനർജിയാണ് കാണുന്നത് ഏരീസ്. ഇപ്പോൾ ചിലപ്പോൾ ഇത് ഓപ്പോസിറ്റ് ആവാം. ഓക്കെ, നിങ്ങളായിരിക്കും എഫേർട്ട് ഇടുണ്ടാവുക, പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എഫേർട്ട് ഇടുന്നില്ല, അങ്ങനെയും ആവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വെച്ചാൽ നിങ്ങൾക്ക് സൈഡ് റിവേഴ്സ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ പേഴ്സണും ഇത് നിങ്ങളുടെ എനർജി, അങ്ങനെയും ആവാം. ഓക്കെ, അപ്പോൾ ഏത് സൈഡാണ് നിങ്ങൾക്ക് കൂടുതൽ മാച്ച് ആവണമെന്ന് വെച്ചാൽ നിങ്ങൾ ആ സൈഡ് ചൂസ് ചെയ്യുക. പക്ഷേ ഞാൻ കാണുന്നത് ഇത് നിങ്ങളുടെ സൈഡാണ് വെച്ചാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ അത്ര ഒരു ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ആ എനർജി ഇടാൻ പറ്റാത്തത്. മേ ബി നടക്കണ കാര്യങ്ങളൊക്കെ വേറെ എന്തോ സിറ്റുവേഷനെ കുറിച്ചായിരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ കരിയറിലോ എന്തെങ്കിലും ഫാമിലി ലൈഫിൽ എന്തെങ്കിലും വേറെ ഇഷ്യൂസ് ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ അത്ര എഫേർട്ട് ഇടാത്തത്. അപ്പം നമ്മൾക്ക് നോക്കാം പാസ്റ്റിൽ എന്താ ഉണ്ടായെന്ന്. പാസ്റ്റിൽ 5 ഓഫ് സോഡ്സ് ആണ്. 3 ഓഫ് സോഡ്സ്. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ വഴക്കല്ല വെച്ചാൽ എന്തോ നെഗറ്റീവ് എനർജീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് അല്ല ഇതുണ്ടായേച്ചാൽ വേറെ ഒരു പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ കുറേ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത എനർജി ആവാം. എന്തായാലും ഇവിടെ പാസ്റ്റിൽ ഹാർട്ട് ബ്രേക്ക് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും നിങ്ങൾ അത്ര ഒരു എഫേർട്ട് ഇടാത്തത്. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പുതിയ തുടക്കം ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൺ വരണത് ഒരു
മാപ്പ് ചോദിക്കാനായിരിക്കും, ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ആ ട്രസ്റ്റ് ഉണ്ടാവില്ല ഈ സമയത്ത്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഫീലിങ്സ് സ്റ്റാർ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഹീലിംഗിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യണത്. നിങ്ങൾക്ക് ആക്ച്വലി ആ പാസ്റ്റിൻ്റെ സിറ്റുവേഷൻ തന്നെ നിങ്ങൾ മുഴുവനെ മൂവ് ഓൺ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഒരു ഷുവർ അല്ലാത്തത്. എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ഈ പറഞ്ഞ ഈ റിലേഷൻഷിപ്പ് അല്ല നിങ്ങൾക്ക് ഇപ്പോൾ പ്രയോറിറ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും ഒരു സ്റ്റെബിലിറ്റി വേണം നിങ്ങൾക്ക് ലൈഫിൽ. അതുകൊണ്ട് നിങ്ങൾ ആ സിറ്റുവേഷനിൽ ഇപ്പോൾ തിരിച്ചു പോവാന്ന് പറയുമ്പോൾ കുറച്ചൊരു നിങ്ങൾക്കൊരു സംശയം, ഇത് ശരിയാവോ എന്ന്. ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് 10 of Wands. അപ്പോൾ ഈ പേഴ്സൺ റെഡിയാണ് പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാൻ. അവർക്കൊരു പുതിയ തുടക്കം വേണം. അവർക്ക് പാസ്റ്റിൻ്റെ ബാഗേജ് ലെറ്റ് ഗോ ചെയ്യണം എന്നുണ്ട്. പക്ഷേ എവിടെയോ ഇവിടെ ഞാൻ കാണുന്നത് ഒരു അൺസർട്ടൻ എനർജി. എന്താ വെച്ചാൽ അവർക്കും അറിയാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആ മുമ്പത്തെ മാതിരി ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ല, നിങ്ങൾ ഷുവർ അല്ല, അത് അവർക്കറിയാം. ഈ സിറ്റുവേഷനിൽ ഇതിൻ്റെ മുമ്പേ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ചിലവർക്ക് അത് ഒരു തേർഡ് പാർട്ടി ഇഷ്യൂ ആയിരുന്നു. ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല മുമ്പേ. ഓക്കെ, അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ മുമ്പേ ഒരു പ്രോബ്ലം ഉണ്ടായേ. ഓക്കെ, അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ ഒരു എഫെയർ തന്നെ ആവണം എന്നില്ല, ഒരു ഫാമിലി ഇഷ്യൂ ആവാം, ഫാമിലി ഇടയിൽ വന്നു, അതല്ല വെച്ചാൽ കരിയർ ഇടയിൽ വന്നു, അങ്ങനെ എന്തെങ്കിലും ആവാം. ഫ്രണ്ട്സ് ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തോ ഉണ്ടായി, ഒരു തേർഡ് പാർട്ടി ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എല്ലാവർക്കും അതായിരിക്കില്ല, ചിലവർക്ക് കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ആയിരുന്നു. എന്തായാലും അതുകൊണ്ട് ഈ പേഴ്സൺ ആൻഡ് നിങ്ങളുടെ ഇടയ്ക്ക് ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോഴും ഞാൻ കാണുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാച്ചാൽ അവർ ഇപ്പോഴും ഈ സിറ്റുവേഷനിൽ വാക്ക് അവേ ചെയ്യാൻ റെഡിയാണ്. എന്ന് വെച്ചാൽ അവർ റെഡിയാണ്. ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിച്ചാൽ നിങ്ങൾ അത്ര ഇൻട്രസ്റ്റ് കാണിക്കണില്ല വെച്ചാൽ ഇവർ ഈ സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്യില്ല. പക്ഷെ അവർക്ക് ഹോപ്പ് ഉണ്ട്, അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടാവും എന്ന് അവർ അങ്ങനെ ഹോപ്പ് ചെയ്യണു. ആൻഡ് ഈ സിറ്റുവേഷനിൽ ഒരു ചാൻസ് കൂടിയും നമ്മൾക്ക് കൊടുക്കാം എന്ന് അവർക്കുണ്ട് അങ്ങനെ. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ആണ്. നിങ്ങളൊരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജിയുടെ കൂടെ ആയിരിക്കും ഡീൽ ഉണ്ടാവുക. നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഇപ്പോഴും റൊമാൻറ്റിക് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ എവിടെയോ ഞാൻ കാണുന്നത് ആദ്യം ഒരു തേർഡ് പാർട്ടിയാണ്. ഓക്കെ, ഇപ്പോൾ ഈ തേർഡ് പാർട്ടി ഞാൻ പറഞ്ഞ മാതിരി ആരും വേണിച്ചാവാം, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കരിയർ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ലവേഴ്സാണ്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ഈ പേഴ്സൻ്റെ ലൈഫിലും ഉണ്ടാവാം. ഈ പേഴ്സൺ എന്താ വെച്ചാൽ ലവേഴ്സ് വരുമ്പോൾ ഇതൊരു ചോയ്സിൻ്റെ എനർജിയാണ്. ഈ പേഴ്സണ് ചൂസ് ചെയ്യണം, നിങ്ങളും വേറെ ഒരു പേഴ്സൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ലവേഴ്സ് ഇവിടെ പാഷൻ്റെ എനർജിയാണ്, മുമ്പോട്ട് പോകണ എനർജിയാണ്. പക്ഷേ മുമ്പോട്ട് പോകണ മുമ്പേ ഈ പേഴ്സണ് എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ട് വേണം ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ. എന്ന് വെച്ചാൽ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ട് വേണം മുമ്പോട്ട് നിങ്ങളുടെ കൂടെ പോകാൻ. അതിൻ്റെ ഒരു ചോയ്സ് ആണ് ഇവർക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ എന്തായിരിക്കും? ജഡ്ജ്മെൻറ്റ്. നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു തീരുമാനം എടുക്കാൻ വെയിറ്റ് ചെയ്യണു. ചില ബ്ലോക്സ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്, അതാണ് നിങ്ങൾ ഇത്ര ഹെസിറ്റേറ്റ് ചെയ്യണത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ, പക്ഷെ എവിടെയോ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ പേഴ്സൺ ആക്ച്വലി സ്ട്രെസ്ഡ് ആണ്. അവരുടെ ആക്ഷനിൽ ഞാൻ കാണുന്നത് അവർ മുമ്പോട്ടേക്ക് വരാൻ റെഡിയാണ്, ലൈക്ക് ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് റെഡിയാണ്. പക്ഷെ സമയമെടുക്കും. പക്ഷെ അതുവരെ അവർക്ക് ഒരു ആങ്സൈറ്റി ഉണ്ട്. അത് നിങ്ങളുടെ തീരുമാനം മാറ്റിയാലോ അതൊരു പേടി അവർക്കുണ്ട്. ഔട്ട്കമിൽ എംപ്രസ് ആണ്. എംപ്രസ് എനർജി ഇവിടെ ഒരു മദറുടെ എനർജിയാണ് കാണുന്നത്. 6 swords ഉണ്ട്, കിങ് ഓഫ് swords ഉണ്ട്. അപ്പം ഇവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു പേഴ്സൺ മാരിഡും ആവാം. ഇവിടെ കൗൺസിലർ റിലേറ്റഡ് ഡോക്ടറുടെ എനർജി കാണാണ്ട്, പ്രഗ്നൻസി എനർജി കാണാണ്ട്. അപ്പോൾ മേ ബി ഒരു പേഴ്സൺ മാരിഡ് ആയിരിക്കും, അവരുടെ കുട്ടികളുണ്ടാവാം. എന്തായാലും ഈ റിലേഷൻഷിപ്പിൽ ചില അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ രണ്ടാളും ആ ഒരു സ്റ്റേജിലാണ്, ഇതെന്താ വേണ്ടതെന്ന് അറിയാത്തൊരു സ്റ്റേജ്. എന്താ വെച്ചാൽ പ്രാക്ടിക്കലി
ഇതൊക്കെ പ്രോബ്ലംസ് ഉണ്ട്, ഇതൊക്കെ ബ്ലോക്സ് ഉണ്ട്, പക്ഷെ ഇമോഷണലി ഒരു കണക്ഷൻ കാണാണ്ട്, പക്ഷെ പ്രാക്ടിക്കലി ഇത് വർക്ക് ആവോ ഇല്ലേ അതറിയില്ല. അപ്പൊ രണ്ടാൾക്കും ഒരു തീരുമാനം എടുക്കാണ്ട് അത് ഇത് എന്താ വേണ്ടേ, മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടേന്ന്. അതാണ് ഈ മാസം നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിൽ എന്താണ്, ഐ വണ്ടർ ഇഫ് യു ആർ ഹാപ്പി വിതൗട്ട് മീ. അപ്പോൾ അതാണ് ആലോചിക്കണം, അവരുടെ മനസ്സിൽ അതാണ്. അത് ഏരീസ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഇല്ല, പക്ഷെ അവർ ഹാപ്പി ആണോ എന്ന് അവർക്ക് ആ ഒരു തോട്ട് വരാറുണ്ട്. ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്, യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫർഗിവ് യുവർ പേരൻസ്. അപ്പോൾ എന്തോ ഇവിടെ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് തന്നെ ആവണം എന്നില്ല, ഈ പേഴ്സൻ്റെ ഫാമിലി ഇഷ്യൂസ് ആവാം, പക്ഷെ എന്തോ ഒരു പാസ്റ്റ് ഇഷ്യൂസ് ആണ് ഇവിടെ ഞാനൊരു ബ്ലോക്ക് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ സൈൻസ് വന്നിരിക്കണേ സ്കോർപിയോ കാണാണ്ട്, ജെമിനൈ ഉണ്ട്, ലീബ്ര ടോറസ് ഉണ്ട്, ഓക്കെ, എക്വേരിയസ് ഉണ്ട്, ചില ഫയർ സൈൻസും ഉണ്ട്, ടോറസ് വർഗോ കാപ്രിക്കോൺ ഉണ്ട്, ഏരീസ് ലിയോസ്. അപ്പോൾ കുറേ സൈൻസ് ഇവിടെ ഉണ്ട്. എല്ലാം സൈൻസ് എനിക്ക് വിളിച്ചു പറയണം എന്നില്ല. ബട്ട് ഇത് റെസൊനേറ്റ് ആയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസിൽ ഐ ക്ലെയിം എന്ന് എഴുതുക. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ ആയിട്ട് ക്ലാരിറ്റി വേണം വെച്ചാൽ, നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷന് വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റി വേണം വെച്ചാൽ നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക. അത് പെയ്ഡ് റീഡിംഗ് ആണ്, പക്ഷെ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.